ഇന്നലെ ഫുൾ എയറിലായിരുന്നു പൊതുവെ ഒരു സംസാരം ഉണ്ട്, അങ്ങനെയാണോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. നിലപാടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈബർ ബുള്ളിങ് അനുഭവിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരാളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുതെന്നാണ് എന്നുള്ള നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് ഷിംജിതയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കാരണം ഷിംജിത ഇപ്പം ഒരാൾ മരിച്ചു, ദീപക് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണ്ടേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന് അത് തീരുമാനിക്കേണ്ടത് സമൂഹമല്ല. വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ കൃത്യമായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ അവർ ഈ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാൻ ശ്രമിച്ചതാണ്. 100% ഞാൻ യോജിക്കുന്നു. അത് നിങ്ങളുടെ വാദമല്ലേ? പറയൂ. ഷാജിയേട്ടാ ഇവിടെ അപ്പൊ ഷിംജിത എന്ന് പറയുന്ന കേസിൽ അവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്ത ഒരു കോപ്രായമായിട്ടേ ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം മലയാളിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു മാധ്യമത്തിൽ എന്ന് പറയുന്നു ഒരു 85% മലയാളികളും വിശ്വസിക്കുന്നത് അത് അവർ വൈറലാകാൻ വേണ്ടി കാണിച്ച കോപ്രായമായിട്ടാണ്. അതിനെ നമ്മൾ എതിർക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഫെമിനിസ്റ്റ് ആവുന്നു, സ്ത്രീപക്ഷമാവുന്നു. ഞങ്ങൾ ആരും സ്ത്രീവിരുദ്ധരല്ല ആണെന്ന് പറഞ്ഞില്ല. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് സ്ത്രീവിരുദ്ധരാന്ന് പറഞ്ഞില്ല. ഷിംജിതയെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഷിംജിതയെ ന്യായീകരിക്കുന്ന നമ്മളിപ്പോ ഷിംജിത എന്ന് പറയുന്ന ഒരാളുടെ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് കുറെ റൈറ്റ് ഉണ്ട്. നമ്മൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടച്ച് ബാഡ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്ന് കരുതി ഞങ്ങൾ അതിനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി കോടതിയാക്കാൻ വേണ്ടിയല്ല ഇട്ടത്. ഷിംജിത കേസ് കൊടുത്തിട്ടുണ്ടോ? ഷിംജിത കേസ് കൊടുത്തില്ല. കാരണം ഇപ്പൊ ഞാൻ കേസ് കൊടുത്ത് ഷിംജിത കേസ് കൊടുത്തില്ല. ആദ്യം ആ വീഡിയോ എങ്ങനെ ഒരു 300K വ്യൂ അല്ലെങ്കിൽ ഒരു 1 മില്യൺ വ്യൂ എങ്ങനെ ആക്കാന്നാണ് ആദ്യം ഷിംജിത നോക്കിയത്. അല്ല, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഷിംജിത ഇതിന് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പോകുന്നത്? ഇവിടുത്തെ നിയമ സംവിധാനം പരാജയപ്പെട്ടു. വനിതാ കമ്മീഷനിൽ ഞാൻ കേസ് കൊടുത്തേക്കുന്നു. വനിതാ കമ്മീഷനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത സതീദേവി പറഞ്ഞെന്താണ് ഇത് എന്താ ഇത് കറക്റ്റ് ആയിട്ടുള്ള അവരും ആ പുരുഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവര് അപ്പൊ അവർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറയുന്നു. അവർക്ക് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറയുന്നു. കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് മുട്ടി നമ്മൾ കോടതിയല്ല, നമുക്ക് അത് ഇഴകേറി പരിശോധിക്കാനാണ് നമ്മൾ പറയുന്നത്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് അത് ദൃശ്യത്തിലൂടെ കാണുക. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല, അവരിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ആ ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തലച്ചോറ് ഫെമിനിസത്തിന് കൊടുത്താൽ ഇതാണ് പ്രശ്നം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എനിക്ക് കുഴപ്പമില്ല. എന്റെ തലച്ചോറ് പണം വെച്ചെന്ന് എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ തലച്ചോറ് ഫെമിനിസ്റ്റ് ഞാനതൊരു ക്രെഡിറ്റ് ആയിട്ടും ഞാനതൊരു ഒരു ബോണസ് ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്തോളൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കുറച്ചു പേരുടെ മൈൻഡിൽ മാത്രം എന്തുകൊണ്ടത് ഷിംജിത വലിയ എന്തോ സൽക്കർമ്മം ചെയ്തായിട്ട് തോന്നുന്നു. ദീപത്തിനുള്ള ജീവനാണ് പോയത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ അല്ല നമ്മുടെ ഈ സൈബർ സ്പേസിൽ കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത്. എന്താ ഇങ്ങനെ ശ്രീലേഷ് പറയുന്നത്? സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടൊരു വീഡിയോയിലെ കാര്യം ഞാൻ പറയുന്നത്. അതിനകത്ത് നോക്കി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങൾക്ക് തോന്നിക്കോ, തോന്നേണ്ടവർക്കെല്ലാം തോന്നിക്കോ. തോന്നാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി.